കലോത്സവ ചരിത്രത്തിന്റെ വിജയം വിളിച്ചോതുകയാണ് സ്വാഗത സംഘം ഓഫീസിന്റെ പരിസരത്ത് നിർമ്മിച്ചിട്ടുള്ള ചരിത്രമരം. വിജയനേട്ടം ചൂണ്ടിക്കാട്ടിയ ഈ മരമാതൃക കലോത്സവത്തിന്റെ ആശയ സൃഷ്ടാക്കളെ അനുസ്മരിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കലോത്സവ ചരിത്ര മരത്തിൻ്റെ കീഴിലാണ്. ഇതിൽ വിജയികളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കലോത്സവത്തിൻ്റെ സൃഷ്ടാക്കളെയും ആശയ സൃഷ്ടാക്കളെയും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആശയ സൃഷ്ടാക്കളിൽ 3 പേരാണ് പ്രമുഖർ. ഇതിൽ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട്, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷ്, അതുപോലെ തന്നെ ഈ കലോത്സവത്തിൻ്റെ ആശയ സൃഷ്ടാവായിട്ടുള്ളത് CH വെങ്കടേശ്വരനാണ്. ഡോക്ടർ CH വെങ്കടേശ്വരനാണ് ഈ കലോത്സവ ആശയത്തിന് പിന്നിലുള്ളത്. ആദ്യത്തെ ഈ കലോത്സവ ജേതാക്കളെന്ന് പറയുന്നത് 1957 വടക്കേ മലബാറാണ്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ തവണ കപ്പടിച്ചിട്ടുള്ളത് കോഴിക്കോടാണ്. 21 തവണയാണ് കോഴിക്കോട് കപ്പടിച്ചിട്ടുള്ളത്. 1957, 91, 92, 93, 2001, 2, 4 ഒക്കെയായി 21 തവണ കോഴിക്കോട് കപ്പടിച്ചപ്പോൾ തൊട്ട് പിന്നിലായി തിരുവനന്തപുരമുണ്ട്. 58 തിരുവനന്തപുരമായിരുന്നു ജേതാക്കൾ. 1980, 89 അങ്ങനെ 17 തവണ ഈ തിരുവനന്തപുരം കപ്പടിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. പിന്നീട് ഏറ്റവും പിന്നീടുള്ളത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ല 6 തവണയാണ് കപ്പടിച്ചിട്ടുള്ളത് ഈ കലോത്സവ നഗരിയിൽ. ഇത്തവണയും കപ്പുയർത്താനാകുമെന്നൊരു പ്രതീക്ഷ കൂടി തൃശ്ശൂർ ജില്ല പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും 6 തവണ കലാക്കിരീടം ചൂടിയത് കണ്ണൂർ ജില്ലയാണ്. കഴിഞ്ഞ തവണ ജേതാക്കളായത് തൃശ്ശൂരാണ്. അതിൻ്റെ മുൻപിലത്തെ തവണ 2024 കപ്പടിച്ചത് കണ്ണൂർ ജില്ലയാണ്. ഇത്തവണയും പോയിൻ്റ് പട്ടികയിൽ 1ാമത് തന്നെയാണ് കണ്ണൂർ ജില്ലയുള്ളത്. അതുപോലെ തന്നെ 5 കലാക്കിരീടം നേടിയിരിക്കുന്നത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല 2005, 6, 2015, 19, 20 കലാക്കിരീടം സ്വർണ്ണക്കപ്പ് നേടിയെടുത്തിട്ടുള്ളത്. 2004 തവണ ഇത്തരത്തിൽ ആലപ്പുഴ ജില്ലയും ജേതാക്കളായിട്ടുണ്ട്. എറണാകുളം ജില്ല 1990, 95, 2000, 2003 4 തവണ സ്വർണ്ണക്കപ്പ് അടിച്ചിട്ടുണ്ട്. എന്തായാലും കോട്ടയം ജില്ലയ്ക്കും അവകാശപ്പെടാൻ ഏറെയുണ്ട്. 2 സ്വർണ്ണക്കപ്പുകളാണ്, 2 തവണയാണ് ഈ കലാ വിജയം നേടാൻ ഈ ജില്ലയ്ക്ക് ആയിട്ടുള്ളത്. കൊല്ലം ജില്ലയും 1965 ഈ കലാകിരീടം ചൂടിയിട്ടുണ്ട്. എന്തായാലും ചില ജില്ലകൾ ഇനിയും ബാക്കിയുണ്ട്. ഇത്തരത്തിൽ വയനാടും ഇടുക്കിയും അതുപോലെ തന്നെ കാസർഗോഡും ഒക്കെയുണ്ട്. ഇത്തവണ ഈ ചരിത്രം മാറ്റപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാങ്കം അത് ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം നേടുന്ന ഒന്നുകൂടിയാണ്. ഇതിൻ്റെ സ്വർണ്ണക്കപ്പ് ആർക്കായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിലിപ്പോൾ കണ്ണൂരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. കോഴിക്കോടും തൃശ്ശൂരും തൊട്ടു പിന്നിലായി തന്നെയുണ്ട്. ആര് വിജയിച്ചാലും അത് ചരിത്ര താളുകളിൽ അടയാളപ്പെടുത്തുന്ന, സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തി വെക്കുന്ന അഭിമാന നേട്ടമായി തന്നെ മാറും.